നമസ്കാരം. ഏറെ നാളത്തെ കാത്തിരിപ്പ്, അതിനിടയിൽ വിവാദം, സമരങ്ങൾ, എല്ലാത്തിനുമൊടുവിൽ ശബരിമല അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ ഒരു നിർണായക ചുവടുവെപ്പുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇപ്പോൾ ഇതിന്റെ സ്ഥലം ഏറ്റെടുപ്പിനായി വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. എരുമേലി സൗത്തിനും മണിമലയ്ക്കുമിടയിൽ വരുന്ന 2570 ഏക്കർ സ്ഥലമാണ് ഇതിനു വേണ്ടി കണ്ടുവച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ശബരിമല സന്നിധാനത്തിലേക്ക് 54 കിലോമീറ്ററും റാന്നി, കാഞ്ഞിരപ്പള്ളി ടൗണുകളിലേക്ക് 9 വീതം കിലോമീറ്ററും ഉണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നീ വിമാനത്താവളങ്ങൾ കൂടാതെ സംസ്ഥാനത്തെ 5ാമത്തെ വിമാനത്താവളമായിരിക്കും ശബരിമല അന്താരാഷ്ട്ര വിമാനത്താവളം. 2017 ഫെബ്രുവരിയിലാണ് സംസ്ഥാന സർക്കാർ ശബരിമല വിമാനത്താവളം എന്ന ആശയത്തിന് ആദ്യമായി തത്വത്തിൽ അംഗീകാരം നൽകുന്നത്. ശേഷം പൊതുമേഖലാ സ്ഥാപനമായ KSIDCയെ ഇതിൻ്റെ സാധ്യതാ പഠനം നടത്താൻ ഏൽപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ SFIO അന്വേഷണം നേരിടുന്ന അതേ KSIDC ഒരു ആഗോള ടെൻഡർ ക്ഷണിച്ചു. ഈ ടെൻഡർ ലഭിച്ചത് അമേരിക്കൻ കൺസൾട്ടൻസി സ്ഥാപനമായ ലൂയിസ് ബർഗർ ഗ്രൂപ്പിനാണ്. ഇവരാണ് ഇതിൻ്റെ സാധ്യതാ പഠനവും പാരിസ്ഥിതിക ആഘാത പഠനവും നടത്തിയത്. 2019 പദ്ധതിയുടെ സ്പെഷ്യൽ ഓഫീസറായി കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ മാനേജിംഗ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന ശ്രീ വി തുളസീദാസിനെ സർക്കാർ നിയമിച്ചു. പദ്ധതിക്കായി ചെറുവള്ളി എസ്റ്റേറ്റ് പ്രദേശം ഏറ്റെടുക്കും എന്ന വാർത്ത വന്നതോടുകൂടിയാണ് വിവാദങ്ങളും തുടങ്ങിയത്. പ്രസ്തുത എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം കോടതിയിൽ നടക്കുകയാണ്. മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ ഭരണകാലത്ത് പൂഞ്ഞാറിലെ വഞ്ചിപ്പുഴ മഠത്തിന് കീഴിലായിരുന്നു ഈ പ്രദേശം. ഇത് സായിപ്പ് പിന്നീട് പാട്ടത്തിനെടുക്കുകയായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യാനന്തരം 1955 സംസ്ഥാന സർക്കാർ ഇതിന് വില നൽകി സ്വന്തമാക്കിയതായി പറയപ്പെടുന്നു. ആ സമയങ്ങളിലെല്ലാം ഈ സ്ഥലം പലർക്കും പാട്ടത്തിനും നൽകിയിരുന്നു. അങ്ങനെ കൈമറിഞ്ഞാണ് ഇത് ഹാരിസൺ മലയാളത്തിൻ്റെയും ഗോയങ്ക ഗ്രൂപ്പിൻ്റെയും ഒക്കെ കയ്യിൽ വരുന്നത്. അവരുടെ കയ്യിൽ നിന്ന് ബിലീവേഴ്സ് ചർച്ചിൻ്റെ കീഴിൽ വരുന്ന ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന ക്രിസ്ത്യൻ മിഷണറി ഇത് സ്വന്തമാക്കുകയായിരുന്നു. ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കത്തിൽ കിടക്കുന്ന ഭൂമിക്ക് കോടതിയിൽ പണം കെട്ടിവെച്ചാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. ഇവിടെ നേട്ടം ഗോസ്പൽ ഫോർ ഏഷ്യയ്ക്ക്. ഇതായിരുന്നു സംസ്ഥാന BJP നേതാക്കൾ ഉയർത്തിയ പ്രധാന ആരോപണം. സംസ്ഥാന BJP നേതാക്കൾ ഇതിനെ ഘോരം എതിർക്കുമ്പോഴും കേന്ദ്ര സർക്കാർ ഇതിന് വേണ്ട എല്ലാ അനുമതികളും ഇപ്പോൾ നൽകിക്കഴിഞ്ഞു. ആദ്യ ഘട്ടമെന്നോണം 1000 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. മണിമല, എരുമേലി സൗത്ത് എന്നീ വില്ലേജുകളിലെ 19, 21, 22, 23 എന്നീ ബ്ലോക്കിൽപ്പെട്ട സ്ഥലമാണ് ഇപ്പോൾ ഏറ്റെടുക്കുന്നത്. ഇതിൽ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ സ്ഥലവും ഉൾപ്പെടുന്നുണ്ട്. സ്ഥലം ഏറ്റെടുപ്പിനും മറ്റുമായി സർക്കാർ ബഡ്ജറ്റിൽ തുക മാറ്റിവെച്ചിട്ടുമുണ്ടായിരുന്നു. 2027ഓടെ ഇവിടെ ആദ്യ വിമാനം പറന്നിറങ്ങും എന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം. സ്ഥലം ഏറ്റെടുക്കലിന് ശേഷം ഈ പദ്ധതി എങ്ങും എത്തിയില്ലെങ്കിൽ ഇവിടെ നേട്ടം ബിലീവേഴ്സ് ചർച്ചിന് മാത്രമായിരിക്കും. മറിച്ചായാൽ കേരളത്തിന് പൊതുവെയും മലയോര മേഖലയ്ക്ക് പ്രത്യേകവും ഉണർവ് നൽകാൻ ഈ പദ്ധതിക്ക് കഴിയും. മലഞ്ചരക്കുകളുടെ കയറ്റിയയപ്പ് മുതൽ ടൂറിസം വരെയുള്ള മേഖലയെ ഇത് സ്വാധീനിക്കും. ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ 8000 പേർക്കും ആദ്യഘട്ടം പൂർത്തിയായി കഴിയുമ്പോൾ 600 പേർക്കും തൊഴിൽ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. കുടിയൊഴിക്കപ്പെടുന്നവർക്കായി പ്രത്യേകം പാക്കേജുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സ്വപ്നം സഫലമാവാൻ നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.